ദേവീ മാഹാത്മ്യം കിളിപ്പാട്ട് 10-ാം അധ്യായം. തമ്പി നിസുംഭൻ മരിച്ചതും തന്നെ വൻപടയൊക്കെ മുടിഞ്ഞതും കണ്ടപ്പോൾ സുംഭനും കോപിച്ചു ചൊല്ലിനാനെന്തൊരു വമ്പു നിനക്കിതു കൊണ്ടു ലഭിച്ചിതോ? മറ്റു കണ്ടോരുടെ ശക്തി കൊണ്ടല്ലയോ മുറ്റുമെന്നോടു ഗർവിക്കുന്നതു ഷഠേ എന്നതു കേട്ടരുൾ ചെയ്തിതു ദേവിയും എന്നുടെ ശക്തി നീ എന്തറിഞ്ഞു ഖല. ഞാനൊഴിഞ്ഞാരുള്ളുതിത്രലോകത്തിങ്കലൂനമൊഴിഞ്ഞില്ല രണ്ടാമതാരുമേ. എങ്കിലോ കണ്ടുകൊണ്ടാലും ഇപ്പോൾ ഭവാനെങ്കൽ പ്രവേശിക്കുമെൻ്റെ വിഭൂതികൾ. ബ്രഹ്മാണിയാദിയം ദേവിമാരന്നേരം അമ്പതൻ വക്ഷോജമധ്യേ ലയിച്ചിതു. കേവലയാകിയ ദേവിയുമന്നേരം ദേവകുലാരി തന്നോടരുളി ചെയ്തു. ഇപ്പോൾ ഒരുത്തി ഞാനേയുള്ളൂ, നോക്കൂ നീ കെൽപ്പോടു പോരിനു നില്ലുന്നില്ലാകിലോ എന്നരുൾ ചെയ്തോരു ദേവിയോടന്നേരം നന്നായണഞ്ഞു പോർ ചെയ്തിതു സുംഭനും. ദേവാസുരാദികൾ കാണവേ തങ്ങളിലാവോളവും ബാണവർഷം തുടങ്ങിനാർ. സുംഭൻ പ്രയോഗിച്ച ബാണങ്ങളൊക്കെയും അംബിക ബാണങ്ങൾ കൊണ്ടു മുറിക്കയും അംബിക താൻ പ്രയോഗിക്കുന്ന ബാണങ്ങൾ സുംഭനും ഔവണ്ണമേ മുറിച്ചിടിനാൻ. ദാരുണമായി സർവലോക ഭയങ്കരം ഘോരമായി നിന്നു പൊരുതാർ പരസ്പരം. ദിവ്യാസ്ത്രസഞ്ചയം അന്യോന്യം ഓരോന്നും ദിവ്യാസ്ത്രസഞ്ചയം കൊണ്ടു തടുക്കയും ആയോധനം തന്നിലൊപ്പമായി ചെയ്തായിരം ദിവ്യസംവത്സരം ചെന്നിതു. ദിവ്യവിമാനങ്ങൾ തോറും മരുവിന ദിവ്യമുനികളും ദേവകളുമെല്ലാം തങ്ങളിൽ യുദ്ധം പറയുന്നു. സങ്കരമിങ്ങനെ പണ്ടു കണ്ടിട്ടില്ല, മേലിലീ വണ്ണമുണ്ടാകയുമില്ലിനി പൂർവദേവന്മാരിതെന്തൊരു വിസ്മയം. ഏവമന്യോന്യം പറഞ്ഞു നിൽക്കുന്നേരം ദേവിയെ ബാണങ്ങൾ കൊണ്ടു മൂടിയിടിനാൻ. ചാപം മുറിച്ചു ശരങ്ങളാൽ ദേവിയും കോപേന ശക്തിയെടുത്താനസുരനും. ചക്രേണ ശക്തിയെ ഛേദിച്ചിതമ്പയും ഖഡ്ഗവും ചർമ്മവും കൈക്കൊണ്ടതു നേരം. ചണ്ഡികയോടങ്ങടുത്തിതു മുമ്പിനാൽ ഖണ്ഡിച്ചിതു ദേവി ഖഡ്ഗചർമ്മങ്ങളും. തേരുമശ്വങ്ങളും സൂതനും ചാപവും പിറായ നേരത്തു കോപിച്ചു സുംഭനും. മുൽഗരം കൈക്കൊണ്ടെടുത്താനതുമമ്പ തൽക്ഷണേ ഛേദിച്ചിതാശു ശരങ്ങളാൽ. ദൈത്യാധിപൻ നിജ മുഷ്ടി കൊണ്ടന്നേരം കാത്യായനീ ഹൃദയത്തിൽ പ്രയോഗിച്ചാൻ. സുംഭനെ ദേവി ശൂലേന വക്ഷസ്ഥലേ വമ്പോടു താടിച്ചതേറ്റവനും വീണാൻ. ക്ഷിപ്രമുദ്ധായ ദൈത്യേന്ദ്രനും ദേവിയെ കെൽപ്പോടെടുത്തുയർത്തിയിടിനാനമ്പരേ. സുംഭനും ദേവിയുമന്തരീക്ഷേ നിന്നു വൻപോടു ചെയ്തിതു യുദ്ധം ചിരകാലം. ആകുലമെന്നിയെ സുംഭനെ കൈക്കൊണ്ടു വേഗാൽ ചുഴറ്റി എറിഞ്ഞാൾ ധരാതലേ. പെട്ടെന്നെഴുന്നേറ്റു കോപിച്ചു സുംഭനും മുഷ്ടിയുമോങ്ങിയെടുത്താനതു നേരം. സത്വരം ശൂലേന വക്ഷസി ഭേദിച്ചു പൃഥ്വിയിലാശു പതിപ്പിച്ചതമ്പയും. അദ്രിദ്വീപാബ്ധികളോടും ജ്വലിച്ചിതു പൃഥ്വിയിൽ സുംഭൻ പതിച്ചതു കാരണം. ജീവിതം വേർപെട്ടു സുംഭൻ പതിക്കയാൽ ദേവകളും പ്രസാദിച്ചു മുനികളും. ദിക്കുകളൊക്കെ പ്രസന്നമായി വന്നിതു പുഷ്കരമാർഗേ തെളിഞ്ഞിതാദിത്യനും. പാടിത്തുടങ്ങിനാർ ഗന്ധർവസംഘവും ആടിത്തുടങ്ങിനാരപ്സര സ്ത്രീകളും. ലോകത്രയത്തിങ്കലുള്ളവരൊക്കവേ ശോകമകന്നു തെളിഞ്ഞു വിളങ്ങിനാർ. 10 കഴിഞ്ഞിതധ്യായവുമിങ്ങനെ ഭക്തിയോടെ കേട്ടുകൊള്ളുവിനിന്നിയും.